നിങ്ങളുടെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. ആപ്കി കഹാനി, ആപ്കി കഹാനി. നിങ്ങളുടെ കഥ എന്നുള്ളത് പറ ആപ്കി കഹാനി എന്നാ പറയാ. ഓക്കെ, താങ്കളുടെ കഥ. ആപ്കി കഹാനി, തേരി കഹാനി ഹേ, ഇത് നിങ്ങളുടെ കഥയാണ്. ഇതാണ് ഏ മേരി കഹാനി, ഇത് എൻ്റെ കഥയാണ്. ഈ കഹാനി എന്ന് പറയുന്നതും ഫെമിനൻ വേർഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആപ്കി കഹാനി, ഉൻകി കഹാനി ലംബി ഹേ, അവൻ്റെ കഥകളൊക്കെ ഭയങ്കര നീളമുള്ളതാണ്, നീട്ടി വലിച്ച് പറയാണ് എന്നൊക്കെ പറയാം. കഹാനി, കഹാനി എന്ന് പറയുന്നതും സാധാരണഗതിയിൽ ഹിന്ദിക്കാർ ഉപയോഗിക്കുന്നത് ഹിന്ദി വേർഡ് എങ്ങനെയാണ് ഫെമിനൻ വേർഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലത്തെ ഒന്നാണ് ബിജ്ലി. ഇത് ഓർമ്മയിലുള്ളവരോന്നിങ്ങനെ ഞാൻ പറയാം കേട്ടോ. ബിജ്ലി, ബിജ്ലി ആ ഗൈ എന്നാ പറയാം. ആ ഭായ് ബിജ്ലി ആ ഗൈ, ഓ ബിജ്ലി ചലാ ഗൈ, ബിജ്ലി ചലാ ഗൈ, ചലാ ഗയാ എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും സംസാര ഭാഷയിൽ കൃത്യത ചലാ ഗൈ എന്നാണ്. ചലാ ഗൈ എന്ന് പറഞ്ഞാൽ പോയി, ആ ഗൈ വന്നു. ആപ്കി ബിജ്ലി ഇത്തന തേജ്, നിങ്ങളുടെ കറണ്ട് ഭയങ്കര പവറാണ്. ആപ്കി ബിജ്ലി ബഹുത് തേജ് എന്ന് പറയും. ബിജ്ലി देखो आज बिजली बहुत कम हो रहे, बिजली बहुत कम हो रहे. ये आपकी गाँव की बिजली, आपके गाँव की बिजली, നിങ്ങളുടെ ഗ്രാമത്തിലെ കറണ്ട് കണ്ടോ. ആപ്കി ഗാവും കീ ബിജ്ലി. ഇങ്ങനെ നമ്മളറിയാതെ ഈ വാക്കുകളുടെ ഫെമിനൻ വേർഡ് നാവിലിങ്ങനെ വരണോ. അത് ചിലത് തെറ്റൊക്കെ ചെയ്യും, തെറ്റിക്കോട്ടെ, അത് പ്രശ്നമല്ല. ഓർമ്മയിൽ വരുന്നത് കൃത്യമാക്കി പറയാം. അപ്പം നമ്മൾ പഠിച്ച രണ്ട് വാക്കാണ്. ഒന്ന് കഹാനി, കഹാനി, യേ ക്യാ കഹാനി സുനാരേ, ക്യാ കഹാനി സുനാരേ, ഇതെന്ത് കഥയായി നിങ്ങൾ കേൾപ്പിക്കുന്നത് പറയുന്നത് എന്ന് പറയാം. കഹാനി, ഈ കഹാനി എന്ന് പറയുന്നതും ഫെമിനൻ വേർഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇത് എൻ്റെ കഥയാണ്. ഏ മേരി കഹാനി എന്ന് പറയാം, കഹാനി. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ബിജ്ലി, ബിജ്ലി, ബിജ്ലി എന്ന് പറഞ്ഞാൽ ആപ്കി ബിജ്ലി, തേരി ബിജ്ലി, ഈ ഗവൺമെൻറ് കി ബിജ്ലി എന്നൊക്കെ പറയാമല്ലോ, അങ്ങനെ പറയാം. അതേപോലെ തന്നെ ആജ്, ആജ് ഹമാര ഗാവും കി ബിജ്ലി, ഗാവും കി ബിജ്ലി ബഹുത് തേസ് ഹേ, നമ്മുടെ ഈ ഗ്രാമത്തിലെ കറണ്ട് ഭയങ്കര പവർഫുള്ളാണ് എന്നൊക്കെ പറയാം. ബിജ്ലി ചലാ ഗൈ, ബിജ്ലി ആ ഗൈ എന്നിങ്ങനെ ഫെമിനൻ വേർഡായിട്ട് യൂസ് ചെയ്യണം. ധാരണ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താക്കണം, ഇതുവരെയുള്ള വീഡിയോയുടെ നിങ്ങളൊരു മൊത്തത്തിൽ കമൻറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. ആപ്കാ ധന്യവാദ്, ബഹുത് ശുക്രിയ.